നമസ്കാരം. ഗുരുഗീത 39 തൊട്ട് 44 വരെ. യസ്യ ജ്ഞാനാദിദം വിശ്വം ന ദൃശ്യം ഭിന്നഭേദതഃ സദേകരൂപരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആരെ അറിയുന്നതിലാണോ വിശ്വം ശിവനിൽ നിന്ന് ഭിന്നമല്ലെന്ന് തോന്നുന്നത്, ആ സത്തും ഏകരൂപനുമായ ശ്രീ ഗുരുവിനെ പ്രണമിക്കുന്നു. യസ്യ മതം തസ്യ മതം മതം യസ്യ ന വേദസാം അനന്യഭാവഭാവായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അറിയുന്നുവെന്നു പറയുന്നവർ അറിഞ്ഞവരല്ല, അറിയുന്നില്ലെന്നു പറയുന്നവരാകട്ടെ അറിഞ്ഞവരാണ്. ഗുരു ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നനാണ്. ആകയാൽ ഗുരുവിനെ നമിക്കുന്നു. യസ്യ കാരണരൂപസ്യ കാര്യരൂപേണ ഭാതിയത് കാര്യകാരണരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കാരണരൂപനായ ഏതു ഗുരുവിനാലാണോ കാര്യരൂപത്തിലുള്ള ലോകം പ്രകാശിക്കുന്നത്, ആ കാര്യകാരണരൂപനായ ഗുരുബ്രഹ്മത്തെ നമസ്കരിക്കുന്നു. നാനാരൂപമിദം സർവം ന കേനാപ്യസ്തി ഭിന്നത കാര്യകാരണതാ ചൈവ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബഹുവിധത്തിൽ കാണുന്ന ലോകം ഒരു വിധത്തിലും ഭിന്നമല്ല, എല്ലാം കാര്യകാരണങ്ങൾ മാത്രം. അതിനാലും ഗുരുവിനെ സർവാത്മന വണങ്ങുന്നു. യദംഘ്രികമലദ്വന്ദ്വം ദ്വന്ദ്വതാപനിവാരകം താരകം സർവതാപദ്ഭ്യഃ ശ്രീഗുരും പ്രണമാമ്യഹം. താപദ്വന്ദ്വങ്ങളെ, അതായത് ഉഷ്ണം ശീതം എന്നിവ നിവാരണം ചെയ്യാൻ ആരുടെ ചരണകമലങ്ങളാണോ സമർത്ഥങ്ങളായത്, ആ സർവവിധാതാപ നിവാരണ സമർത്ഥനായ ശ്രീ ഗുരുവിനെ ഞാൻ പ്രണമിക്കുന്നു. ശിവേ ക്രുദ്ധേ ഗുരുസ്ത്രാത ഗുരൗ ക്രുദ്ധേ ശിവോ നഹി തസ്മാത് സർവപ്രയത്നേന ശ്രീ ഗുരും ശരണം വ്രജേത്. ശിവൻ കോപിച്ചാൽ ആ കോപാഗ്നിയിൽ നിന്ന് ഗുരു രക്ഷിച്ചുകൊള്ളും. എന്നാൽ ഗുരു കോപമുണ്ടായാൽ ശിവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സർവപ്രകാരത്തിലും ശ്രീ ഗുരുവിനെ ശരണം പ്രാപിക്കേണ്ടതാണ്. ശ്രദ്ധയോടെ വീഡിയോ കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.